അവൻ തലയെടുപ്പോടെ അവൾക്ക് മുൻപിൽ വന്നു നിന്നു. അവൾ അവനെ ഭയത്തോടെ നോക്കി. "നീയാണോ ഇവരെ ഡീൽ ചെയ്തത്?" അവൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി. അവൾ തല കുനിച്ചുകൊണ്ട് "അതേ" എന്ന് തലയാട്ടി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. "നിന്നെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത് നിന്റെ ഇഷ്ടത്തിന് പെരുമാറാനല്ല. ഇനി മേലിൽ ഇവിടെ വരുന്നവരോട് മോശമായി പെരുമാറിയാൽ" പറഞ്ഞുകൊണ്ടവൻ അവളുടെ നേർക്ക് വിരൽ ചൂണ്ടി. അവൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അത് സർ, അവരാ പറഞ്ഞ വേണ്ടെന്ന്, അതുകൊണ്ടാ ഞാൻ." അവൾ അവനെ നോക്കി വിക്കി പറഞ്ഞു. "ഷട്ടപ്പ്!" അവൻ അലറി. സ്റ്റാഫിൻ്റെയും ക്ലയൻസിൻ്റെയും മുൻപിൽ അവൾ അപമാനം കൊണ്ട് ചൂളിപ്പോയി. "രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി വന്നോളും മറ്റുള്ളവരെ കാണിക്കാൻ." അതും പറഞ്ഞവൻ കാറ്റുപോലെ പുറത്തേക്ക് പോയി. അത്രയും പേർക്കിടയിൽ അവൾ തലയും കുനിച്ച് നിന്നു. അവൻ പോയെന്ന് കണ്ടതും ശില്പ ഓടി വന്ന് അവളെ പിടിച്ച് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി. അനു അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. "കരയില്ലെടി, നിനക്കറിയുന്നതല്ലേ ആ രാക്ഷസൻ്റെ ക്യാരക്ടർ, വിട്ടുകള." അതും പറഞ്ഞവൾ അനുവിനെ ആശ്വസിപ്പിച്ചു. അന്നവളോട് ആരും അതിനെക്കുറിച്ച് ചോദിച്ചില്ല. അല്ലെങ്കിലും അവിടെ എല്ലാവർക്കും അറിയാം അവനെയും അവൻ്റെ ദേഷ്യത്തെയും. വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ബസ്സിൽ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതാരും കാണാതിരിക്കാൻ അവൾ പുറത്തെ ചാറ്റൽ മഴയിലേക്ക് മെയ് നട്ടു. മെയിൻ റോഡിൽ നിന്നും ചെറിയൊരു പോക്കറ്റ് റോഡിലേക്ക് അവൾ ഇറങ്ങി നടന്നു. ദൂരെ നിന്നേ കണ്ടു തന്നെ നോക്കി ഉമ്മറത്തിരിക്കുന്ന മുത്തശ്ശിയെ. പാവം, താൻ വരുന്നതുവരെ അതിന് പേടിയാണ്. അവൾ വേഗം സാരി തലപ്പുകൊണ്ട് മുഖം തുടച്ച് ശരിയാക്കി. തൻ്റെ മുഖമൊന്ന് വാടിയാൽ മുത്തശ്ശിക്ക് മനസ്സിലാവും. "എന്തു പറ്റി മുത്തിയേ?" അവരുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. നേരെ അടുക്കളയിലോട്ട് കയറി ചായക്ക് വെള്ളം വെച്ച് ഡ്രസ്സ് മാറാൻ പോയി. വരുന്നതുവരെ അപ്പുറത്തെ വീട്ടിലെ ജാനകി ചേച്ചി വരും മുത്തശ്ശിക്ക് കൂട്ടായി. അവർക്ക് ഒരു മകനേ ഉള്ളൂ. അവൻ ഫാമിലിയുമായി അമേരിക്കയിലാണ്. അവധിക്ക് നാട്ടിൽ വരും. അവർ ഉള്ളത് അനുവിനൊരാശ്വാസമാണ്. കയ്യിലൊരു ബിയർ കുപ്പിയുമായി അവൻ്റെ റൂമിലെ ബാൽക്കണിയിൽ ബീൻബാഗിൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവനിരുന്നു. കണ്ണടച്ചു കിടന്നു. നിറഞ്ഞ കണ്ണുകളുമായി ഒരു മുഖം ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ തെളിഞ്ഞു വന്നു. അതോടൊപ്പം തന്നെ അനുവിൻ്റെ നിറഞ്ഞു തുളുമ്പുന്ന മിഴികളും മികവോടെ തെളിഞ്ഞു. അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അപമാനത്തോടെ തല കുനിച്ചു നിൽക്കുന്ന അനുവിനെ ഓർമ്മ വന്നതും അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ബിയർ ബോട്ടിൽ കയ്യിൽ പിടിച്ച് അവൻ റൂമിലേക്ക് നടന്നു. "അനു, എണീക്കുന്നില്ലേ? സമയം ഒരുപാടായി." അവളുടെ അടുത്ത് വന്നിരുന്ന് തലയിൽ തലോടിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു. "കുറച്ചുകൂടെ കിടക്കട്ടെ മുത്തി. പെട്ടെന്ന് എണീറ്റ് വന്നോണം. ഇല്ലേൽ ഇനി ഞാൻ വടികൊണ്ടാവും വിരുന്ന്." അവളുടെ കിടപ്പ് നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ടവൻ പുറത്തേക്ക് ഇറങ്ങി. വാതിലിൽ തുടർച്ചയായുള്ള മുട്ട് കേട്ടവർ ദേഷ്യത്തോടെ എണീറ്റു. ഡോർ തുറന്നതും മുൻപിൽ നിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ അവൻ ഒരു മുണ്ടും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അയാൾ നിസ്സഹായതയോടെ അവൻ്റെ പോക്ക് നോക്കി നിന്നു. പിന്നെ റൂമിലേക്ക് കയറി അവിടെ മൊത്തം ഒന്ന് കണ്ണോടിച്ചു. ആകെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. സിഗരറ്റിൻ്റെ കുറ്റികൾ അവിടെവിടെയായി കിടക്കുന്നു. പല മുന്തിയ തരത്തിലുള്ള ബിയറിൻ്റെയും വിദേശ മദ്യത്തിൻ്റെയും കുപ്പികൾ പലയിടത്തായി കുടിച്ചതും കുടിച്ച് തീർക്കാത്തതും വെച്ചിരിക്കുന്നതും. അയാളുടെ ഉള്ളം സങ്കടം കൊണ്ട് വിങ്ങി. ഭിത്തിയിൽ വെച്ചിരിക്കുന്ന വൃത്തിയായി സൂക്ഷിച്ച ഒരു ഫോട്ടോയിൽ അയാളുടെ മെയ് ഉടക്കി. വൈറ്റ് കളർ സാരി ഉടുത്ത് അതിസുന്ദരിയായി നിറഞ്ഞ പുഞ്ചിരിയോടെ ഡേവിയെ ചേർത്തു പിടിച്ച് ഭാമ. നെഞ്ചൊന്ന് പിടച്ചുകൊണ്ട് അയാൾ നോട്ടം മാറ്റി. ബാത്റൂമിൽ നിന്നിറങ്ങിയതും അവിടെയുള്ള സെറ്റിൽ തന്നെയും കാത്തിരിക്കുന്ന അയാളെ നോക്കാതെ അവൻ ഡ്രസ്സ് മാറാൻ തുടങ്ങി. അയാൾ അവിടെ തന്നെ കാണും എന്ന് അവന് ഉറപ്പായിരുന്നു. "മോനെ ഡേവി," അയാൾ പതിയെ വിളിച്ചു. "വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം." അവൻ അയാൾക്ക് നേരെ കൈകൾ കെട്ടി നിന്നു. അയാൾ അവനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കി. തൻ്റെയും ഭാമയുടെയും മകൻ, തന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന, ഒരു നേരം പോലും തന്നെ കാണാതെ നിൽക്കാതിരുന്ന തൻ്റെ കൊച്ചു ഡേവി. പിന്നെ എപ്പോഴാണ് അവന് താൻ ശത്രുവായത്? പണത്തിന് മുകളിൽ പാറിപ്പറന്നപ്പോൾ, പണം ആണ് എന്തിലും വലുത് എന്ന ചിന്ത വന്നപ്പോൾ അറിയാതെ ചെയ്തു പോയൊരു തെറ്റ്. അല്ല, താൻ അറിഞ്ഞു ചെയ്തൊരു തെറ്റ്. ബിസിനസ് പാർട്ണറുടെ ബന്ധം പിരിഞ്ഞു നിൽക്കുന്ന സഹോദരിയുമായിട്ടുള്ള അതിരുവിട്ട ബന്ധം ഭാമയും ഡേവിയും കൺമുൻപിൽ കണ്ടത് മുതൽക്ക്. അതെ, ആ രാത്രി പുലർന്നപ്പോൾ സാരിയിൽ തൂങ്ങിയാടുന്ന ഭാമയെ അടക്കിയതിനൊപ്പം തൻ്റെ മകനെയും തനിക്ക് നഷ്ടപ്പെട്ടു. ഓർമ്മകൾ അയാളെ തീച്ചൂളയിൽ ഇട്ടു.
വാതിൽ അടയുന്ന വലിയ ശബ്ദം കേട്ട് ഓർമ്മയിൽ നിന്നും ഉണരുമ്പോൾ അവൻ പോയിരുന്നു.